ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സാർവത്രിക ഡോക്ടർ യൂണിവേഴ്സാലിസ്, അങ്ങനെ ഒരാളെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. നവംബർ 15. യുക്തിശാസ്ത്രം ലോജിക്ക്, സസ്യശാസ്ത്രം ബോട്ടണി, ഭൂമിശാസ്ത്രം ജിയോഗ്രഫി, ജ്യോതിശാസ്ത്രം അസ്ട്രോണമി, ജ്യോതിഷം അസ്ട്രോളജി, ധാതുവിദ്യ മിനറോളജി, രാസവിദ്യ ആൽക്കമി, ജന്തുശാസ്ത്രം സുവോളജി, ശരീരശാസ്ത്രം ഫിസിയോളജി, മസ്തിഷ്കശാസ്ത്രം ഫ്രെനോളജി, നീതി, നിയമം, സൗഹൃദം, സ്നേഹം. ഇങ്ങനെ അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയങ്ങളില്ല. കൊളോണിൽ ആൽബർട്ട് അല്ലെങ്കിൽ ആൽബർട്ടുസ് മാന്യൂസ് എന്നൊക്കെ അറിയപ്പെടുന്ന മഹാനായ വിശുദ്ധ ആൽബർട്ട് 1200 ജനിച്ചു, 1280 മരിച്ചു. മധ്യയുഗത്തിലെ ഏറ്റവും മഹാനായ തത്വജ്ഞാനി, സഭയിലെ 36 വേദപാരംഗതരിൽ ഒരാൾ. ജർമ്മനിയിലെ ബവാറിയ പ്രവിശ്യയിലാണ് ജനിച്ചത്. ബെനഡിക്ട് 16 ജനിച്ച ആ പ്രദേശം തന്നെ. പാതുവായിലെ സർവകലാശാലയിൽ വിദ്യാഭ്യാസം. 1223 ഡൊമിനിക്കൻ സന്യാസ സമൂഹത്തിൽ പ്രവേശിച്ചു. കൊളോൺ, റീഗൻസ്ബുർഗ്, ഫ്രൈബുർഗ്, സ്ട്രാസ്ബുർഗ് എന്നിവിടങ്ങളിൽ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടു. പിന്നീട് 1245 ദൈവശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദം എടുത്തത്. പാരീസ് സർവകലാശാലയിൽ ദൈവശാസ്ത്ര അധ്യാപകനായി. സെന്റ് ജെയിംസ് കോളേജിലെ ദൈവശാസ്ത്ര പീഠത്തിന്റെ അധ്യക്ഷനായും പ്രവർത്തിച്ചു. തോമസ് അക്വിനസ് കലാലയത്തിൽ പഠിക്കാൻ വരുന്നത് ഈ സമയത്താണ്. അരിസ്റ്റോട്ടലിനെ അരച്ചു കുറുക്കി പഠിച്ചു ഈ മഹാനായ ആൽബർട്ട്. ഡൊമിനിക്കൻ വൈദികരെ അറിവുള്ളവരാക്കാൻ അദ്ദേഹം തുടങ്ങിയ പാഠ്യപദ്ധതി വികാസം പ്രാപിച്ചു. വിശുദ്ധ തോമസ് അക്വിനസിന്റെ പൊന്തിപ്പിക്കൽ കലാലയമായി. ഇപ്പോൾ അത് അറിയപ്പെടുന്നത് റോമായിലെ അഞ്ചേലിക്കും എന്നാണ്. 1254 അദ്ദേഹം പ്രൊവിൻഷ്യലായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1260 റീഗൻസ്ബർഗ് രൂപതയുടെ മെത്രാനായി അലക്സാണ്ടർ 4 മാർപ്പാപ്പ നിയമിച്ചു. 3 വർഷം കഴിഞ്ഞ് അദ്ദേഹം മെത്രാൻ സ്ഥാനം രാജിവെച്ചു. 8ാമത്തെ കുരിശുദ്ധം വിളംബരം ചെയ്യാൻ വേണ്ടിയായിരുന്നു അത്. അദ്ദേഹത്തിന് സമാഹരിച്ച ഗ്രന്ഥങ്ങൾ 38 വാല്യങ്ങളായി പ്രസാദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. 1258 അന്തരിച്ച അദ്ദേഹം ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ സ്വർഗീയ മധ്യസ്ഥനാണ്. സ്വയം വളരാനും മറ്റുള്ളവരെ പഠിപ്പിച്ച് വളർത്താനും വേണ്ടി വിജ്ഞാനം നേടുന്നവർ ശരിയായ പാതയിലാണ് എന്ന് വിശുദ്ധ ബെർണാർഡ് പറഞ്ഞത് മഹാനായ ആൽബർട്ടിന്റെ കാര്യത്തിൽ 100% ശരിയാണ്. നമുക്കൊന്നൊരു ആത്മശോധന ചെയ്യാം. നമ്മൾ വിജ്ഞാനം നേടുന്നത്, അറിവ് നേടുന്നത് എന്തിനാണ്? മറ്റുള്ളവരെ പഠിപ്പിച്ച് വളർത്താനും ഇല്ലേ, സ്വയം വളരാനും, സഭയെ സഭയെ വളർത്താനും അതിനു വേണ്ടിയിട്ടാണ് വിജ്ഞാനം നേടുന്നതെങ്കിൽ അത് നല്ല കാര്യം. അതല്ല വെറും ഈ സ്വാർത്ഥപ്രേരിതമായി സഭയെ പിളർത്താനും സഭയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും വിശ്വാസം നശിപ്പിക്കാനും ഇറങ്ങിത്തിരിച്ചാൽ നമ്മുടെ വിജ്ഞാനം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുന്ന വിജ്ഞാനവും വിവേകവും സഭയോടുള്ള സ്നേഹവും കർത്താവിനുള്ള കൂറും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാൻ, വിജ്ഞാനത്തിൽ വളരാൻ, അറിവിൽ വളരാൻ എല്ലാം ഒരുമിച്ച് യേശുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവൻ അറിവിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെ മുമ്പിൽ സംപ്രീതിയിലും വളർന്നു വന്നുവെന്ന് നമ്മെക്കുറിച്ചും പറയാൻ ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.